Today we are going to discussing about shift registers. Last class we had discussed about registers. Registers are used to store multiple bits. In registers, its building block is flip-flops. Flip-flop can store single bit. So in a register we are considering more than one flip-flops are connected. So it can store multiple bits. So registers may be either serial out or parallel out. That is, the register may output data either in serial form or in parallel form. Serial output means that the data is transferred out of the register one bit at a time serially. Parallel out means that the entire data stored in register is available in parallel form and can be transferred out at the same time. The shift registers are used basically for the storage and transfer of digital data. It's a register capable of shifting its binary information in one or both direction is called a shift register. Here, flip-flops receives a common pulses which activate the shift from one stage to next. So here the logical configuration of a shift register consists of a chain of flip-flops connected in gate with the output of one flip-flop connected to the input of the next flip-flop. Here all the flip-flop receive a common clock pulse which causes the shift from one stage to another. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. രജിസ്റ്ററിൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബിറ്റ്സിനെ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിലധികം ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ബിറ്റിനെ സ്റ്റോർ ചെയ്തു. അതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം രജിസ്റ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സീരിയൽ ഔട്ട്പുട്ട് വരും അല്ലെങ്കിൽ പാരലൽ ഔട്ട്പുട്ട് വരും. സീരിയൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു സിംഗിൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. പാരലൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അറ്റ് എ ടൈം എന്ത് ചെയ്യും? മോർ ദാൻ വൺ ഔട്ട്പുട്ട് അറ്റ് എ ടൈം സെൻഡ് ചെയ്യും. അതാണ് പാരലൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. അതിന് എന്തും കൂടി കേപ്പബിലിറ്റി ഉണ്ട്. സ്റ്റോറിങ് മാത്രമല്ല, ഷിഫ്റ്റിംഗ് പ്രോസസ്സും, ഒരു ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കൂടി ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കോമ്പണൻറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് പൾസസ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും കണക്ട് ചെയ്തിട്ട് ഉണ്ടാവും. അതാണ് എല്ലാ ഓപ്പറേഷനെയും അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഷിഫ്റ്റിങ്ങിന് കാരണം ഏതാണ്? ഈ ക്ലോക്ക് പൾസാണ്. അപ്പം ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ ദ സിംപ്ലസ്റ്റ് പോസിബിൾ ഷിഫ്റ്റ് രജിസ്റ്റർ is one that uses only flip-flops. For example, here this is an example of a 4-bit shift register. It is a serial in, serial out shift register. Serial in, serial out shift register. Here one serial input is there and serial output is there. Serial input and serial SI indicates serial input, SO indicates serial output. Here D flip-flops are used, or D flip-flops are connected each other. That means one of the output of the D flip-flop is connected to the input of the next flip-flop. So here its output is connected to the input of the next flip-flop. Here also input is connected to next input, output of this flip-flop is connected to the input of the next flip-flop. So here first input
we provide the serial input, and from the last flip-flop we are taken the serial out, and there is a single clock is there, and clock is connected to the all flip-flops, and this is the serial in, serial out, serial out shift register, shift register. Here the data accepts serially. Here data is accepted serially, that is 1 bit at a time. Here serially data accepted, that is 1 bit at a time, and also the output data serially. So this is a 4 bit. Here how many flip-flops are there? 4 flip-flops are there, and each flip-flop can store 1 bit. So how many bits are stored here? Here it can store 4 bit. So it is a 4 bit serial in, serial out. It is a shift right, shift register. Why it is known as shift right? That bit is shifted to the right side. So it is shift right, shift register. Here there are four stages are there, that is 4 flip-flops are there. So the register can store up to 4 bit of data. So serial data is applied at the D input of the first flip-flop, and the Q output of the first flip-flop is connected to the D input of the second flip-flop. The Q flip-flop, here it is the Q flip-flop output. Q is indicate the Q output of the second flip-flop is connected to the D input of the third flip-flop, and the Q output of the third flip-flop is connected to the D input of the fourth flip-flop, and the data outputted from the Q terminal of the last flip-flop. When the serial data is transferred into a register, each new bit is clocked into the first flip-flop at the positive going edge of the each clock pulse. The bit that was previously stored by the first flip-flop is transferred to the second. The bit that was stored by the second flip-flop is transferred to the third flip-flop, and so on. The bit that was stored by the last flip-flop is shifted out. So here example പറയുകയാണെങ്കിൽ first നമ്മളൊരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാണ്, സീരിയൽ ഇൻപുട്ട് 1. അപ്പം ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ എന്ത് ചെയ്യും? ഇതാണ് ക്ലോക്ക് സൈക്കിൾ. Then first clock, assume that this is clock pulse, this is the clock pulse. എനിക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് 1011 എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് സെൻഡ് ചെയ്യേണ്ടത്. ദെൻ അസ്യൂം ദാറ്റ് എല്ലാ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ചെയ്തിരിക്കുകയാണ്, 0 ആണ്. അപ്പോൾ ഫസ്റ്റ് സെൻഡ് ചെയ്യേണ്ട 1001 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇവിടുത്തെ ഒരു ഇൻപുട്ട് എന്ത് ചെയ്യും? 1 എന്ന് പറയുന്ന ഇൻപുട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിലാണ് സെൻഡ് ചെയ്യുക. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ സെൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടുത്തെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഈ 1 സ്റ്റോർ ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ആകുമ്പം എന്ത് ചെയ്യും? ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഇൻപുട്ട് എന്താണ്? നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് എഗെയിൻ ഞാൻ 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രീവിയസ് 1 ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ എന്ത് വരും? 1 വരും. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് സെക്കൻഡ് ക്ലോക്ക് പൾസിലാണ് ഇത് നടക്കുന്നത്. ഇനി തേർഡ് ക്ലോക്ക് പൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? തേർഡ് ക്ലോക്ക് പൾസ് ആകുമ്പം നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 0 പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഇവിടെ ഉണ്ടായിരുന്ന 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഇവിടെ 0 സ്റ്റോർ ചെയ്യും. ദെൻ ഫോർത്ത് ക്ലോക്ക് പൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അഗെയിൻ 1 ആണ് കൊടുക്കുക. ഈ 1 ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രീവിയസ് 1 ഈ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹിയർ ഇറ്റ് ഈസ് 1. ദെൻ ഹിയർ അഗെയിൻ 1. ഇവിടെ പ്രീവിയസ് 0 ആയിരുന്നു. ഇവിടേക്ക് അഗെയിൻ 1 സ്റ്റോർ ചെയ്യും. ഇവിടെ 1 ഇപ്പോൾ സ്റ്റോർ ചെയ്യും.
അപ്പോൾ 1001 ആയി. അപ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ ഇനി എന്ത് ചെയ്യും, ഈ 1നെ ഔട്ട് ചെയ്യും. സോ ഇവിടെ 1 സ്റ്റോർ ചെയ്തു. ദെൻ അടുത്ത നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യുള്ളൂ, ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതെല്ലാം ഓരോ ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അഗെയിൻ 1 ഷിഫ്റ്റ് ചെയ്യും, ദെൻ അഗെയിൻ 0 ഷിഫ്റ്റ് ചെയ്യും, ദെൻ അഗെയിൻ 1. സോ 1011 എന്നുള്ളത് ഔട്ട്പുട്ട് സീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ബിറ്റ് 1 ബൈ ബിറ്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ്, ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യുക. This is serial in, serial out, shift register. The next one is here each clock pulse shift the content of the register 1 bit position to the right. The serial input determines what goes into the leftmost flip-flop during the shift, and the serial output is taken from the output of the റൈറ്റ്മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഇവിടെ നമുക്കറിയാം ഓരോ ബിറ്റ് ബൈ ബിറ്റ് പൊസിഷൻ ആയിട്ടാണ് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സീരിയൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും എന്ത് ഇൻപുട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സീരിയൽ ഇൻപുട്ട്. ദെൻ എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അതാണ് റൈറ്റ് മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് കിട്ടുന്നത്. ദാറ്റ് വിൽ ബി ദി സീരിയൽ ഔട്ട്പുട്ട്. Then these are the some of the data transfer in registers. First one is serial in, serial out, shift register. Here serial in, serial out, shift register means there is only a single input there and a single output is there, and each bit is shifted to right. And here serial in, serial out, left shift register, because here each bit is shifted to the left and each bit is received as a single bit and output is also a single bit at a time. Then here serial in, parallel out, shift register. Serial in means each bit is received serially but output is transferred at a time. All outputs are transferred at a time. That is parallel data output. Here parallel in, parallel out, shift register. Here data is received as parallel and output is given as a parallel. The next one is parallel in, serial out, shift register. Here inputs is given as a parallel. That is at a time if we want to give data 1011 we are providing 1011 at a time, but the output is obtained, first obtain 1, here it is stored 1011, then first it will obtain 1, then next obtain 1, then 0 output, and then 1 is outputted. This is serial out. It requires 4 clock cycle. So here at a time we will transfer the data parallel, but output will be obtained serially. Then next is serial in, serial out, shift left and right bi-direction shift register. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കും ഡാറ്റ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് ആയിട്ട് തന്നെയാണ്, സീരിയലിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഈസ് the last bit is rotated to the left, so it rotate right shift register. Here the last bit is rotate left shift register. Here each bit is shifted left and also last bit is shifted to the left and it is stored in the first bit. So these are the some of the data transfer method. Then next one is serial in, parallel out, shift register. In this figure it indicates a 4-bit serial in, parallel out, shift register. 4-bit means it containing 4 flip-flops, and these 4 flip-flop, each flip-flop can store 1 bit data, and in this type of register the data bits are entered into the register serially. Here data inputs are received serially, and but the data stored in this register and
register and shifted out in parallel form. So if we want to store a data 1011, then it is first store 1. Then next clock pulse it shifted at this one to here, and again this second one will be stored in the flip flop. And in the third clock pulse, this one will be shifted to here, and this one will be shifted to here, and the third bit 0 will be stored in here. And the fourth clock pulse, this one will be stored here, and this one will be shifted to here 1, and this one will be shifted to here 1, and this 0 will be shifted to here, and the 1 will be stored here. So 1 0 1 1 is stored in this 4 flip flop, and it directly outputted here. This will be outputted 1, here it will be outputted 0, and it will be outputted 1, and here it will be outputted 1. So it is at a time the all outputs are displayed after the fourth clock pulse 1 0 1 1. So നമുക്ക് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, എൻ്റെ ഡേറ്റ ഔട്ട്പുട്ടേ കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ സിംഗിൾ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ആദ്യത്തെ ഇപ്പം 1011 1 ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഈ QAയിൽ മാത്രമേ 1 വരുള്ളൂ. ഇതിലെല്ലാം നമ്മുടെ എന്താണോ പ്രീവിയസ് ഉണ്ടെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ആണ്, അപ്പം പ്രീവിയസ് എന്തെങ്കിലും ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ഇവിടെയെല്ലാം വരിക. പക്ഷെ നെക്സ്റ്റ് ടൈം 1 1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ 1 വരും. ദെൻ 1 0 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 1 0 എന്നിങ്ങനെ കാണിക്കും. നെക്സ്റ്റ് വരുമ്പോൾ 1 0 1 1. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുക. So once the data bits are stored, each bit appears on its respective output line, and all bits are available simultaneously rather than on a bit by bit basis as with the serial output. And the serial in parallel out shift register can be used as a serial in serial out shift register if the output is taken from the Q terminal of the last flip flop. നമുക്ക് ഈ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിനെ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ആക്കാം. എന്ത് ചെയ്യാം, ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഔട്ട്പുട്ട് എവിടെ നിന്ന് മാത്രം എടുത്താൽ മതി, ഈ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് മാത്രം ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായി കൺവേർട്ട് ചെയ്യും, സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ മെയിൻലി there are 4 types of shift registers are there: serial in serial out, serial in parallel out, parallel in parallel out, and that will be discussed. Remaining shift registers will be discussed later. Thank you.